നമ്മൾ മലയാളികൾക്ക് പൊതുവെ ഉള്ളൊരു പ്രശ്നമാണ്, നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് അനാവശ്യമായ പ്രിവിലേജുകൾ കൊടുക്കും. അങ്ങനെ പ്രിവിലേജ് അനുഭവിക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരും അതുപോലെ സെലിബ്രിറ്റീസും ഒക്കെ നമ്മളെ ചുറ്റിനുമുണ്ട്. പലപ്പോഴും മലയാളികൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്ന എല്ലാ ആൾക്കാരും ഭയങ്കര സർവ്വഗുണ സമ്പന്നരും ഒരുപാട് അറിവുകളുള്ള ആൾക്കാരും അതുപോലെ അവരുടെ രാഷ്ട്രീയ ധാരണയൊക്കെ അങ്ങ് പെർഫെക്റ്റ് ആണെന്നുള്ളൊരു ധാരണ നമുക്ക് പൊതുവെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ ധാരണകളിൽ മേലാണ് പല ആൾക്കാരും ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. നമുക്ക് തന്നെ പല ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി മറ്റൊരു പ്രധാന പ്രശ്നം അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് കർണാടകയിലെ സിദ്ധരാമ ഗവൺമെന്റിനെതിരെ, അവിടെ നടക്കുന്ന ബുൾഡോസർ രാജിനെതിരെ, അവിടെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടുന്നതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാനായി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാ അംഗവുമായിട്ടുള്ള സഖാവ് എ റഹീം കർണാടകയിലെത്തുകയും അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ദേശീയ തലത്തിൽ തന്നെ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. പുള്ളിയുടെ സംസാരത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വരികയും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ അതേ നേരിടുകയും ചെയ്തു. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ രാജ്യസഭയിൽ ഒരുപാട് കാര്യങ്ങൾ എ റഹീം സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ പലപ്പോഴും നമ്മൾ കുറച്ച് കോൺഫിഡൻസ് കുറഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് മാധ്യമങ്ങൾ കടന്നു വരുന്ന സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് തന്നെ സെന്റൻസ് ഫ്രെയിം ചെയ്യുന്നതിലും മറ്റും പല പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് സംസാരിക്കുന്നവരെ സംബന്ധിച്ച് സ്വാഭാവികമായി വരാറുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് നമുക്ക് തന്നെ അറിയാവുള്ളൂ. അതിനിപ്പോ എത്ര നമ്മൾ എന്താ പറയാ പെർഫെക്റ്റ് ആയാലും ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ശരി. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വിമർശിച്ച് അദ്ദേഹം പോയ കാര്യത്തിലെ ഉദ്ദേശശുദ്ധിയെയും അതുപോലെ അദ്ദേഹം പോയ കാര്യത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെയും മറച്ചു പിടിച്ചുകൊണ്ട് നടത്തുന്ന വലതുപക്ഷ ആക്രമണത്തെ ചേർത്ത് തോൽപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അദ്ദേഹം അഡ്രസ്സ് ചെയ്തത് കൃത്യമായ ഒരു രാഷ്ട്രീയമാണ്, കൃത്യമായിട്ടുള്ള ഒരു രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വലിയ ഭീകരമായ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ മറച്ചു പിടിക്കാനായി നടത്തുന്ന ഏതൊരു ആക്രമണത്തെയും പ്രബുദ്ധ കേരളത്തിലെ സാക്ഷരരായിട്ടുള്ള മനുഷ്യർ തിരിച്ചറിയുക തന്നെ വേണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ബൈ.